ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഫോൺ കോൾ മാത്രം മതി നിലവിലെ ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിക്കാൻ. ഇത് പറയുന്നത് ഏതെങ്കിലും ചെറിയ മനുഷ്യനല്ല. ഇന്ത്യയിലെ UAE ഫസ്റ്റ് അംബാസിഡർ ഹുസൈൻ ഹസൻ മിർസയാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഗൾഫ് രാജ്യങ്ങളുടെ നേതാക്കന്മാർക്കിടയിൽ മാത്രമല്ല, അറബ് രാജ്യങ്ങളിലെ, മിഡിൽ ഈസ്റ്റിലെ രാജ്യത്തലവന്മാരെക്കാൾ കൂടുതൽ അവിടെയുള്ള ബിസിനസ്സുകാർക്കിടയിൽ, അവിടെയുള്ള ജനസമ്മതർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടെന്ന് പറയുകയാണ് മിർസ. ലോകത്ത് മറ്റൊരു നേതാവിനും ഈ ഒരു കാര്യം കഴിയില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയും. നിലവിൽ ലോകമൊക്കെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു മഹായുദ്ധം, അത് ഏതൊക്കെ തരത്തിൽ പരിണമിക്കുമെന്നും ഏതൊക്കെ തരത്തിൽ അത് ഇനി വളർന്നു വലുതാകുമെന്നും ആശങ്കയോടെ ലോകം ഉറ്റുനോക്കുന്ന ഒരു യുദ്ധം. ആ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരേ ഒരു മനുഷ്യന് മാത്രമേ കഴിയൂ. ആ മനുഷ്യൻ്റെ പേരാണ് നരേന്ദ്രമോദി, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി. ആ മനുഷ്യൻ ഒന്ന് ഫോണെടുത്ത് ഡയൽ ചെയ്ത് ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അതുപോലെ മുസ്തഫ ഖമനേയിയെയും വിളിച്ചാൽ മാത്രം തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ നരേന്ദ്രമോദി എന്ന മനുഷ്യൻ്റെ ഫോൺ കോളിന് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഹുസൈൻ ഹസൻ മിർസ എന്ന UAE ഇന്ത്യയുടെ ആദ്യ അംബാസിഡർ വ്യക്തമാക്കുകയാണ്, ഫസ്റ്റ് അംബാസിഡർ വ്യക്തമാക്കുകയാണ്. UAE ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇറാൻ്റെ ആക്രമണങ്ങൾ UAE നിരവധി എയർപോർട്ടുകളിലേക്ക്, നിരവധി കേന്ദ്രങ്ങളിലേക്ക്, അവരുടെ എണ്ണ ഉൽപ്പാദനശാലകളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. UAE തിരിച്ചടിക്കാനുള്ള ഒരുക്കത്തിലൊക്കെയാണ്. ഇതുകൂടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് UAE പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് മനസ്സ് വച്ചാൽ തീരുന്ന വിഷയം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇതുവരെ എടുത്തത് വളരെ സ്വീകാര്യമായൊരു നിലപാടാണ്. ആരുടെയും പക്ഷം പിടിക്കാതെ. ഇസ്രായേലിൻ്റെ സുഹൃത്താണ് ഇന്ത്യ, അതുപോലെ തന്നെ ഇറാൻ്റെ സുഹൃത്തുമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ടെൽ അവീവിലും ജെറുസലേമിലും അടക്കമുള്ള ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ കിട്ടിയ സ്വീകരണം അത്യപൂർവമാണ്. ലോകത്തിൽ തന്നെ മറ്റൊരു നേതാവിന് കിട്ടാത്തതാണ്. ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ രാജ്യത്ത് നിന്ന് തിരികെ പറന്നതിന് പിന്നാലെയാണ് യുദ്ധം ആരംഭിക്കുന്നത്. യുദ്ധം 2 ദിവസത്തേക്ക് ബെഞ്ചമിൻ നെതന്യാഹു നീട്ടിവച്ചു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഞാൻ യുദ്ധത്തിൽ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ അമേരിക്ക ചില നീക്കങ്ങൾ നടത്തുന്നു, അതിൽ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, മൈ ബെസ്റ്റ് ഫ്രണ്ട് അദ്ദേഹം ഇവിടെ എത്തുകയാണ്. അത് നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം നമ്മുടെ രാജ്യത്തേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിനെ എനിക്ക് സൽക്കരിക്കണം, അദ്ദേഹത്തിനെ ആതിഥ്യ മര്യാദയോടുകൂടി എനിക്ക് സ്വീകരിക്കണം എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. ആ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒരിക്കലും ഇന്ത്യക്ക് വെറുക്കാൻ കഴിയില്ല. ഇസ്രായേൽ എന്ന രാജ്യത്തെ ഇന്ത്യക്ക് മറക്കാൻ കഴിയില്ല. എന്നാൽ ഇറാനുമായി ഇന്ത്യക്ക് സൗഹൃദമുണ്ട്. ആ സൗഹൃദം ആണ് ഇറാൻ്റെ ഒരു പടക്കപ്പലിന് കൊച്ചി നാവിക ബേസിൽ സൗകര്യമൊരുക്കി കൊടുത്തുകൊണ്ട്, നങ്കൂരമിടാൻ അവസരമൊരുക്കി കൊടുത്തുകൊണ്ട് ഇന്ത്യ കാണിച്ചത്. അമേരിക്കയുടെ B-2 ബോംബറുകൾ ആ പടക്കമ്പലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്താൻ ശ്രമിച്ചപ്പോൾ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഇന്ത്യ പറഞ്ഞത്, നിങ്ങൾ കൊച്ചിയിലെ ഇന്ത്യൻ നേവൽ ഷിപ്പ്യാർഡിലേക്ക് നിങ്ങളുടെ പടക്കപ്പൽ ഒതുക്കൂ എന്നാണ്. അതാണ് ഇന്ത്യ ഇറാന് കൊടുത്തത് ഒരു വാക്കാണ്. നിങ്ങളുടെ പടക്കപ്പലിനും അതിനുള്ളിലുള്ള 300-ലധികം വരുന്ന നാവികർക്കും ഒരു പോറൽ പോലും ഉണ്ടാകില്ല. വാക്ക് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന വാക്കാണിത്. ആ വാക്കിനെ ആർക്ക് മറികടക്കാൻ കഴിയും? ആ വാക്കിനെ എതിർത്തുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പടക്കപ്പലിനെ എന്തുകൊണ്ട് ആക്രമിച്ചില്ല? നരേന്ദ്രമോദി ഒരുക്കിയ ആ സുരക്ഷാ കവചത്തെ ഭേദിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ആ ഇറാൻ പടക്കപ്പലിന് നേരെ റോക്കറ്റുകളും മിസൈലുകളും അയച്ചില്ല? അവിടെയാണ് എന്താണ് ഇന്ത്യയെന്നും എന്താണ് ഇന്ത്യയുടെ ഭരണത്തലവനെന്നുമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത്. ഇവിടെ ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട്
കേരളത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന ഇത്തിൽ കണ്ണികൾ ഇത് മനസ്സിലാക്കുന്നില്ല. ലോകത്ത് നരേന്ദ്രമോദിയുടെ വില എന്താണ്? ഇപ്പോൾ ഇതാ UAE പ്രധാനപ്പെട്ട ഒരു അംബാസഡർ പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ നടക്കുന്ന മഹായുദ്ധം, ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുന്ന മഹായുദ്ധം തീർക്കാൻ നിമിഷ നേരം മാത്രം മതി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് ഒന്ന് വിളിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പവർ എന്ന് പറയുന്നത്. ഇതാണ് ഒരു മനുഷ്യൻ ലോകത്ത് എത്രമാത്രം സ്വീകാര്യനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും ഇല്ലാത്ത സ്വീകാര്യത ലോകത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട് എന്നുള്ളത് ഒരു ഇന്ത്യക്കാരനെന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനമാകേണ്ടതാണ്. എന്നാൽ ഇവിടുത്തെ സുഡാപ്പികളും കൊങ്ങികളും കമ്പികളും എന്താണ് ചിന്തിക്കുന്നത്? നരേന്ദ്രമോദി എന്തൊക്കെയോ തെറ്റ് ചെയ്യുന്നു, ഇവിടെ മോദിക്കെതിരെയുള്ള വിമർശനങ്ങളുടെ പെരുമഴ ഉന്നയിക്കുന്നു, എന്നിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ അത് ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമാകുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഫോൺ കോൾ കൊണ്ട് തീരാവുന്ന യുദ്ധമാണ് എന്ന് UAE തന്നെ സമ്മതിക്കുകയാണ്. ലോകത്ത് സമാധാനം പുലരണമെങ്കിൽ ഇന്ത്യ ഇറങ്ങണം. ഇപ്പോൾ നടക്കുന്ന ഈ വലിയ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു ലോക നേതാവ് മാത്രമേ ഉള്ളൂ, അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം പറഞ്ഞു വയ്ക്കുകയാണ്.